പ്രവർത്തകർ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, സാമൂഹ്യ പ്രവർത്തകന്മാർ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ SSFന്റെ 40ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനത്തിന്റെ പ്രചരണ മഹാസമ്മേളനത്തിലാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സേവനം നമ്മളിൽ നിന്നുള്ള കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കൂടുതൽ പ്രസംഗിക്കേണ്ട സമയമല്ല. 2 മണി വരെയാണ് നമുക്ക് കോള് കിട്ടിയിട്ടുള്ളത്. 2 മാസം മുമ്പ് നമ്മൾ ബുക്ക് ചെയ്തപ്പോ ഈ ഡേറ്റിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നേരത്തെ പ്രാസംഗികൻ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ ആരും ഇവിടെ എന്തെങ്കിലും ഒരു മനീമസമോ ഒരു വൃത്തികേടോ ഉണ്ടാക്കരുത്. നമ്മൾ പ്രവർത്തകർ ഇവിടെ വരുന്ന ആളുകൾക്ക് 2 മണി വരെ പരിപാടി കഴിഞ്ഞ് വിശന്നിട്ട് പുറത്തു പോകാൻ പാടില്ല. അവർക്ക് നല്ലൊരു ഭക്ഷണം ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മൽജോ അത് ഏറ്റെടുത്തിട്ടുണ്ട്. നല്ലൊരു ഭക്ഷണം നിങ്ങൾ കയ്യിൽ സംഘാടകർ പ്രവർത്തകർ കൊണ്ടുതരും. അത് നിങ്ങൾ പുറത്തു പോയി എവിടെയെങ്കിലും, ഇത് റോട്ടിൽ പോകണമെന്നല്ല, ഈ ഹാളിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഉള്ള സൗകര്യം ഉൾപ്പെടുത്തി ഒരു വൃത്തികേടോ നമ്മളിൽ നിന്ന് വന്നു പോകാതെ ആ ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ച് പൂർണ്ണമായ പൂർത്തീകരണത്തോടുകൂടി സമാപനത്തോടുകൂടി പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് SSFന്റെ പ്രവർത്തകരാണ്. വെറും തലേക്കെട്ട് കെട്ടിയവരും വെറും തൊപ്പിയിട്ട മുസ്ലിയാക്കന്മാർ അല്ലെങ്കിൽ ഉസ്താദന്മാർ, പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുഅല്ലിമീങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. വളരെ സന്തോഷം തോന്നുകയാണ്. SSFന്റെ 40ാം വാർഷികത്തിന്റെ ഐതിഹാസികമായ പ്രവർത്തനത്തിന്റെ വിജയമെന്നോണം ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു പണ്ഡിതന്റെ ഇടയിൽ ഒരു പ്രവർത്തകൻ, ഒരു സ്കൂൾ വിദ്യാർത്ഥി, ഒരു യുവ സുഹൃത്ത് നമ്മുടെ ഇടയിൽ കാണാൻ കഴിയുന്നു. ഈ ഒരു വലിയൊരു സെറ്റപ്പിന് വേണ്ടിയായിരുന്നു 40 കൊല്ലം മുമ്പ് നേരത്തെ ഉസ്താദ് നമ്മളോട് സൂചിപ്പിച്ചതുപോലെ ജാമിയ സഅദിയ നൂരിയ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല SSFന്റെ രൂപീകരണത്തിന് വേണ്ടി അല്ലാഹു സെലക്ട് ചെയ്തത്. നമ്മുടെ കൂട്ടത്തിൽ എത്ര പ്രവർത്തകരുണ്ട് ഇപ്പോ? 40 കൊല്ലം മുമ്പ് അങ്ങനെയായിരുന്നില്ല. ഉലമാക്കളും മുത്തഅല്ലിമീങ്ങളും പണ്ഡിതന്മാർക്ക് ഒരു ഭാഗം, യുവാക്കൾ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, അവരൊക്കെ വേറൊരു ഭാഗം. തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാൽ പിൽക്കാലത്ത് നമ്മുടെ സമുദായം വലിയ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ദീർഘദൃഷ്ടിയോടുകൂടി തീരുമാനിച്ച മഹാരഥന്മാരായ മുൻഗാമികളായ നേതാക്കൾ അന്ന് SSFന് രൂപം കൊടുത്തു. അൽഹംദുലില്ലാഹ്, ഇന്ന് 40 വർഷം പൂർത്തിയാക്കി വലിയ സെറ്റപ്പോടുകൂടി SSF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 40 കൊല്ലം ബുദ്ധിയുടെ വികാസത്തിന്റെ ഒരു സമയമാണ്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും 40 കൊല്ലം പൂർത്തിയായതിന് ശേഷമേ അല്ലാഹു നുബുവത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേ മനുഷ്യന്റെ ബുദ്ധി വികസിക്കുന്നുള്ളൂ, അപ്പോഴേ പക്വത എത്തുന്നുള്ളൂ. ഇപ്പോഴാണ് SSFന് പക്വത എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മുമ്പൊന്നും പക്വത എത്തിയിട്ടില്ലാതെ അവിടെ ഒന്നും പ്രശ്നങ്ങളുണ്ടായി നല്ലതിനർത്ഥം. അതിന് മുമ്പ് നമ്മളെ പണ്ഡിതന്മാരും സാദാത്തുക്കളും SSFനെ കൺട്രോൾ ചെയ്യിപ്പിച്ച് നല്ല ഒരു യുവ തലമുറയായി SSFനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മുടെ SSFന്റെ പ്രവർത്തകർ SSFന്റെ പോസ്റ്റർ കീറുമ്പോൾ മറുഭാഗത്തിന്റെ പോസ്റ്റർ കീറാത്തത്. SYSന്റെ സമ്മേളനത്തിന്റെ പോസ്റ്ററുകളും ക്ലിപ്പുകളും അതുപോലെ ഫ്ലക്സ് ബോർഡുകളും കീറി കഷ്ണങ്ങളാക്കുമ്പോൾ അതേ അപ്പുറത്ത് തന്നെ SK വിഭാഗത്തിന്റെ ഫ്ലക്സുകളുണ്ട്. അതിനൊരു കൈവയ്ക്കാൻ SSFന്റെ പ്രവർത്തകൻ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. ഇത് SSFന്റെ ഒരു സാംസ്കാരികമായ മുന്നേറ്റമാണ്. നായ്ക്കള് അങ്ങോട്ട് കടിക്കാറുണ്ട്, മനുഷ്യനെ നായ കടിക്കാറുണ്ട്. അതനുസരിച്ച് അത്രയും ചൂടാകാറുണ്ട് മനുഷ്യന്, അത്രയും ദേഷ്യം പിടിക്കാറുണ്ട്. നായ ഒരു മനുഷ്യനെ കടിച്ചാൽ ഭ്രാന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും പൊക്കിളിന്റെ ചുറ്റുഭാഗത്ത് കുറെ ഇഞ്ചക്ഷൻ അടിക്കണം, ഇന്നും ആ നിയമമുണ്ട്. പക്ഷേ നായ എന്നെ കടിച്ചു എന്ന് വിചാരിച്ച് ഒരൊറ്റ ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും നായെ അങ്ങോട്ട് പിടിച്ച് കടിക്കാറില്ല. അതേ തിയറിയാണ് SSFന്റെ നേതാക്കന്മാർ, പ്രവർത്തകർ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്നത്. എത്ര ഫ്ലക്സുകളാണ് നമ്മുടേത് കീറിയത്. അതേസമയം മംഗലാപുരത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സലഫിക്ക് ബാനറുണ്ട്, സലഫിക്ക് ഫ്ലക്സ് ഉണ്ട്, സലഫിക്ക് ബോർഡുകളുണ്ട്. അതിനെ തൊടാൻ ഒരൊറ്റ SK കാരൻ മുന്നോട്ട് വരുന്നില്ല.
തബ്ലീഗിന്റെ ദിക്റാനില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ദിക്റാനില്ല. നേരത്തെ ഹുസൈൻ സൗദി ഉസ്താദ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരേ ഒരു എതിർപ്പ് കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളോടാണ്. ഇപ്പൊ കാന്തപുരം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന സംഘടന ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 40 വർഷം പൂർത്തിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നിങ്ങൾ കാത്തിരുന്നു കാണുക. ഈ മഹത്തായ പരിപാടിയുടെ വെച്ചത് 40ാം വാർഷികത്തിന്റെ പ്രചരണമാണ്. ഈ ഏപ്രിൽ മാസം 25, 26, 27 തീയതികളിൽ എറണാകുളത്തെ കേരളക്കര കണ്ട ഏറ്റവും വലിയ കൾച്ചർ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന എറണാകുളം സിറ്റിയെ കിടികിലം കൊള്ളിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് SSFന്റെ ചുറുചുറുക്കുള്ള പ്രവർത്തകർ SSF സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ആ സിറ്റിയിലൂടെ റാലി നടത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് ലോകത്തുള്ള മുഴുവൻ ചാനലുകളും എല്ലാ വാർത്താ മീഡിയകളും എല്ലാ പത്രമാസികകളും അതിനെ ഒപ്പിയെടുക്കാൻ കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. പത്രക്കാരോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തേ ഇങ്ങനെ ഒരു SSFനെ ഇത്രയും പ്രകൃതിപ്പെടുത്തുന്നത്? വേറെ ആരും ഇവിടെ ഇല്ലേ? പത്രക്കാർ പറഞ്ഞു, ഇല്ല, അങ്ങനെ കണക്കിലെടുക്കേണ്ടവരില്ല, ഞങ്ങളില്ലേ. നിങ്ങൾ മിഞ്ഞാന്ന് വന്നവരാണ്, നിങ്ങൾക്ക് പാരമ്പര്യമില്ല. നിങ്ങൾ സമ്മേളനം നടത്തിയിട്ട് കൊണ്ടുവന്നത് സാക്കിർ നായിക്കിനെയാണ്. നിങ്ങൾക്കൊരു ആശയമില്ല. സുന്നിന്റെ പേര് പറഞ്ഞിട്ട് സലഫിന്റെ നേതാക്കളെ പ്രസംഗത്തിന് കൊണ്ടുവരുന്ന നിങ്ങൾ കാലത്തിന്റെ വേസ്റ്റ് ബക്കറ്റിലേക്കാണ് നിങ്ങൾ തള്ളിയിടപ്പെടുക. അതുകൊണ്ട് ഞങ്ങളാരും നിങ്ങളെ കണക്കിലെടുക്കുന്നില്ല. പിന്നെ പത്രക്കാർ പറഞ്ഞു, ലോകത്ത് 40 കൊല്ലം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അത് SSF മാത്രമേയുള്ളൂ. വേറെ ആരുമില്ലേ? ഉണ്ട്. 1 കൊല്ലം മുമ്പ്, 3 കൊല്ലം മുമ്പ്, 5 കൊല്ലം മുമ്പ്, അതിന് മുമ്പോ അത് വേറെ പേര്, വേറെ സംഘടന. നമ്മളെ ഇവിടെയുണ്ട്. നമുക്കെതിരിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം താറുഫുൽ അശ്യാഇ ബി അൽദാദിഹ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാര്യങ്ങൾ വിലയിരുത്തണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കണം. ഇവിടെയുണ്ട്. അവർ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നീನು ಇಲ್ಲಿ ಇದೆಯಾ? ಹೌದು. കുറച്ച് കഴിയുമ്പോ വേറെ ഒരു പാർട്ടിന്റെ പ്രവർത്തനത്തിലുണ്ട്. നീನು ಇಲ್ಲಿ ಇದೆಯಾ? ಹೌದು. കുറച്ച് കഴിയുമ്പോ തീവ്രവാദത്തിന്റെ പേരിൽ സംഘടിക്കുന്ന അവിടെയും പോലൊരു ഷർട്ട് ഇട്ടിട്ടുണ്ട്. ನೀನು ಇಲ್ಲಿ ಇದೆಯಾ? ಹೌದು. ನಿನ್ನ ನಿಜ ಬಣ್ಣ ಯಾವುದು? ನನಗೆ ನಿಜ ಬಣ್ಣ ಇಲ್ಲ, ಇದ್ದರೆ ಈಗ ಮಾಡ್ತೇನ. സഹോദരങ്ങളെ, അവിടെ വരുമ്പോ അവിടെ, ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ, ഇപ്പുറത്ത് വരുന്ന തീവ്രവാദികളെ കൂടെ, ഇപ്പുറത്തെ കീശയിൽ സലഫി, അപ്പുറത്തെ കീശയിൽ തബ്ലീഗ്, ഇപ്പുറത്തെ കീശയിൽ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ ആ പ്രസ്ഥാനത്തിന് കഴിയില്ല. അതുകൊണ്ടല്ലേ 10ാം വാർഷികം കഴിച്ചു. നിങ്ങൾക്കറിയാം, അതിന്റെ ശേഷം ഒരു വാർഷികം SK-ക്കാർ നടത്തിയതായി നമുക്കറിയില്ല. കേരളത്തിലെ കുറ്റിപ്പുറത്ത് വെച്ച് ഒരു സമ്മേളനം നടത്തി. ഞങ്ങൾ ഈ പറയുന്നത് വിമർശിക്കുകയല്ല, നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ്. നിങ്ങൾ സുന്നി എന്നല്ലേ പേര് വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും സുന്നിയാകൂ. നിങ്ങൾ സുന്നിന്റെ പേരിൽ സമ്മേളനം കഴിച്ചിട്ട് എന്തിന് മുജാഹിദിന് ബുക്ക് വിൽക്കുന്ന സ്റ്റാൾ കൊടുക്കണം? സുന്നിന്റെ സ്റ്റേജിൽ എന്തിന് സലഫികളെ കൊണ്ടുവരണം? സമ്മേളനത്തിൽ നല്ല സെറ്റപ്പ് പൂർത്തിയായി, കൂടിയാലോചന, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി, അപ്പുറത്ത് സലഫി, അവരെല്ലാം ഇരുത്തിയിട്ട് ഒരു ചായയും ഡിന്നറും ഒരു ചിരിയും. അപ്പോ ഒരാൾ ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾ സമസ്തല്ലേ? അത് സമസ്ത എന്തിനായിരുന്നു ഇവിടെ ഒരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയത്? അത് മുജാഹിദിനെ ദൂരം വെക്കാൻ, ജമാഅത്തെ ഇസ്ലാമിനെ ദൂരം വെക്കാൻ, തബ്ലീഗിനെ ദൂരം വെക്കാൻ. അങ്ങനെ ഉണ്ടാക്കിയ സമസ്തന്റെ സമ്മേളനത്തിൽ എന്തേ ഇവിടെ സലഫി മുജാഹിദ് വന്ന്, എന്തേ ജമാഅത്തെ ഇസ്ലാമി വന്ന്? അത് അന്നായിരുന്നു. അത് ഇന്ന് നമുക്ക് അതൊന്നും വേണ്ട. ഇന്ന് നമുക്ക് വേറെ പണിയാണ്. സുന്നിസം നമ്മളെ കയ്യിലില്ല. സുന്നിസം മുഴുവനുമുള്ളത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ഖമറുൽ ഉലമ, നൂറുൽ ഉലമ തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഉൾക്കൊള്ളുന്ന സംഘടനയിലാണ് സുന്നിസമുള്ളത്. സുന്നിസം തുറന്ന് പറയുന്നവരുള്ളത്. സലഫി മുജാഹിദിനെയൊക്കെ വെല്ലുവിളിച്ച് ഒരു 5 മിനിറ്റ് കസേരയിൽ ധൈര്യത്തോടു കൂടിയിരിക്കാൻ ധൈര്യമുള്ളവരുള്ളത് താജുൽ ഉലമയുടെ കൂടെയാണ്, ഖമറുൽ ഉലമയുടെ കൂടെയാണ്, നൂറുൽ ഉലമയുടെ കൂടെയാണ്. നിങ്ങൾ അവരെ എതിർക്കുന്നില്ലേ? ചങ്ങന്നിപ്പോ അവരെ ആളുകളായിട്ടുണ്ട്, പിന്നെ എതിർക്കാൻ എന്ത്? ഇവിടുത്തെ സലഫികൾക്ക് ഷാറെ മുബാറക്കിനെ എതിർക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ഈ പാർട്ടികളാണ്. സഹോദരങ്ങളെ, ഞാനതുകൊണ്ട് കൂടുതലൊന്നും പറയുകയല്ല. ഉപ്പിനങ്ങാടിയിൽ വെച്ച് ഒരു പരിപാടി നടത്തി. നമ്മളെ പ്രവർത്തകര് അവർ കുറച്ച് കൂടുതലുള്ള സ്ഥലത്തൊക്കെ ഒന്നും ഞമ്മ പോക്കില്ല. എന്തിന്? പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ച്.
ഉപ്പിനങ്ങടിക്കടുത്തൊരു മഹല്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേര് പറയണ്ട. അവിടെ ഒരാളെ കൊണ്ടുവന്നിട്ട് പ്രസംഗിപ്പിച്ചു. നമ്മളൊക്കെ ചീത്ത പറഞ്ഞു, ഭയങ്കര വെല്ലുവിളിച്ചു. നമ്മൾ കുറെ ഇല്ലാത്തതൊക്കെ എടുത്തു പറഞ്ഞു. പ്രവർത്തകർ അവിടെ ഒരു 4-5 ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇപ്പെല്ലാം മാറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നമുക്ക് പരിപാടി വെക്കണം. നമ്മൾ അവിടെ ഒന്നും മിണ്ടിയില്ല. ഞങ്ങളെ മഹല്ലാണത്, ഞങ്ങളോട് കൊന്തി കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. പക്ഷെ ഞങ്ങൾ ചിത്ത പറയുന്നു, ഞങ്ങളെ നേതാക്കന്മാർ ചിത്ത പറയുന്നു, ഞങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ നാട്ടിലൊരു പരിപാടി വെക്കണം, വെച്ചേ മതിയാവുമെന്ന് അവർ പറഞ്ഞു. വെച്ചോളി, എന്നാലും നമ്മൾ ക്ഷണിച്ചതല്ലേ, വെച്ചോളി. പരിപാടി തുടങ്ങി. കുറ്റമ്പർ ഉസ്താദ് വന്ന്, എല്ലാവരും വന്ന്, കണ്ണിത്ത് ഉസ്താദിന്റെ മകനും വന്ന്. കണ്ണിത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇതുവരെ അവരെ കൂടെയായിരുന്നു, ഒറ്റൊന്നും സിന്ധി പറയുന്നതില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഏടെങ്കിലും കൂടിക്കോളാൻ വേണ്ടിയിട്ട്. കണ്ണിത്ത് ഉസ്താദിന്റെ മകൻ പ്രസംഗിച്ചു. അങ്ങനെ ആകുമ്പോ മഴ വന്നു, ഭയങ്കരമായ മഴ. നേരത്തെ ഹുസൈൻ ഉസ്താദ് പറഞ്ഞതുപോലെ തീര് പൊന്തിയിരിക്കും മഴ. എന്ത് മഴ വിഷയമാണ്. എല്ലാവർക്കും സന്തോഷമായി, ഭയങ്കര ചൂടുണ്ടായിരുന്നു, എല്ലാവരും റാഹത്തിൽ ഉഷാറായിട്ടിരുന്നു. മഴ വന്നു. മഴ വന്നിട്ട് ജനങ്ങൾ പോകുന്നില്ല. ഗംഭീരമായ പ്രസംഗം, ജനങ്ങളും വാഹനങ്ങളും ഇങ്ങനെ തിങ്ങി വരുന്നു. ഇത് കണ്ടിട്ടാകെ ബേജാറായി, വെപ്രാളായി. ആ പള്ളിയിൽ കൂടി അവർ പറഞ്ഞു, വരും നിവൃത്തിയില്ല, ബദർ മൗലൂദ് ഓതുക തന്നെ. ഇപ്പൊ നമ്മ വിളിച്ചിട്ട് തോറ്റുപോയി വരുമ്പോ എല്ലാരും വന്നിട്ട് പ്രസംഗ പരിപാടിയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ്, ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, തടിച്ചു ഉറച്ചു നിന്നിട്ടുണ്ട്. മഴ കൊണ്ടൊന്നും അവർ അനങ്ങുന്നില്ല. എന്താവും പ്രശ്നമാവോ, പേടിയാകുന്നുണ്ട് എന്ന്. നമ്മളൊന്നും അവരെ ഒന്നും ചെയ്യൂല, പക്ഷെ അവർ പേടിച്ചിട്ട് പള്ളിയിൽ എല്ലാരും കൂട്ടിയിട്ട് ബദർ മൗലൂദ് ഓതി. അൽഹംദുലില്ലാഹ്, അതാണ് നമ്മുടെ പ്രവർത്തനം. ബദർ മൗലൂദ് ഓതിപ്പിച്ചു അവരെ കൊണ്ട്. ഇല്ലെങ്കിൽ ബദർ മൗലൂദിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം കൂടെ ഉള്ളത് സലഫിയാണ്, കൂടെയുള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ശരിക്കും സുന്നത്ത് ജമാഅത്ത് തുറന്നു പറഞ്ഞാൽ പറയും, നമ്മന്നെല്ലാം ഒട്ടിക മാടിക്കൊണ്ട് ഏണു ഹേളുതെല്ലാം തെളിയുക, നമ്മളുടെ ബൈത്തീറാന്ന് കണ്ണു മിരിച്ചാൽ എല്ലാം കുടുങ്ങിപ്പോവും. അപ്പൊ ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിലേക്ക് നമ്മളൊരു പരിപാടി അവിടെ വെച്ചപ്പോൾ ഗംഭീരമായ ബദർ മൗലൂദ് ഓതിയിട്ട് സഹോദരങ്ങള് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, SSFന്റെ 40ാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് കർണാടകയിലും നമുക്ക് SSFന്റെ 25ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. എല്ലാ മുക്കുമൂലകളിലും SSF യൂണിറ്റ് ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും SSF രൂപീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് 25ാം വാർഷിക സമ്മേളനം ആഘോഷിക്കുമ്പോൾ കർണാടക സ്റ്റേറ്റിൽ ഒരു വലിയ മാറ്റത്തിന്റെ തിരികൊളുത്തൽ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് SSFന്റെ പ്രവർത്തകന്മാർ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളുടെ അടുക്കലേക്ക് ആരോഗ്യ ഭാഗ്യ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വരുന്നു. അത് ഇറക്കിയത് നമ്മളെ SSFന്റെ ക്യാമ്പസിലെ SSF ഉള്ള പ്രവർത്തകന്മാരാണ്. എല്ലാവരും അതിന്റെ ഒരു കോപ്പി വാങ്ങി സഹകരിക്കണം. പിന്നെ ഉജിര അത്താജ് എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട പൂർത്തതങ്ങളും മമ്പാട് അബ്ദുൽ വഹാബ് സക്കാഫി ഉസ്താദൊക്കെ വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സമ്മേളനം നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു CD അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വാങ്ങണമെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഉണർത്തുകയാണ്. മദ്ഹറിന്റെ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാഹ് 25/4 ഏപ്രിൽ മാസം 25-ന് അടുത്ത വ്യാഴാഴ്ച നടക്കുകയാണ്. ആ പരിപാടിയിൽ പോയി നിങ്ങളൊക്കെ സജീവമായി പങ്കെടുക്കണമെന്ന് നിങ്ങളോട് ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, മദ്ഹറിന്റെ ആ സമ്മേളനത്തിൽ, ആ സ്വലാത്ത് മജ്ലിസിൽ വെച്ച് 25-ാം തീയതി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന പ്രസോട് തങ്ങൾ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മദ്ഹർ നൂറുൽ ഇസ്ലാമി തഅലീമിയിൽ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോൾ അവിടെ ഇൻഷാ അല്ലാഹ് നൗഷാദ് ഹസനി എന്ന് പറയുന്ന വലിയ മഹാപണ്ഡിതൻ സലഫി വിഭാഗത്തെ ചിതറിപ്പിച്ച് 8 ഗ്രൂപ്പുകളാക്കി പള്ളി വരെ പൂട്ടി ഖത്തീബിന് വരെ നാടിവിടേണ്ടി വരുന്ന സംഗതികളാണ് എല്ലാ സലഫി പള്ളി ഉണ്ടാക്കിയ മഹല്ലത്തുകളിലും കേരളത്തിൽ ഇറങ്ങിയേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സൂത്രധാരനായ നൗഷാദ് ഹസനി ഉസ്താദ് ഇൻഷാ അല്ലാഹ് മദ്ഹറിന്റെ സ്വലാത്തിൽ 25-ാം തീയതി LCD സഹിതമുള്ള പ്രസംഗ പരിപാടി നടത്തുകയാണ്. ആ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതൊരു തുടക്കമാണ്. ഇത്രയും വലിയ വിപുലമായ രീതിയിൽ SSFന്റെ 40ാം വാർഷികത്തിന്റെ പ്രചരണ സമ്മേളനം ഇത് നടത്തുന്നത് മൽജ പേര് മാത്രമാണ്. മൽജ അങ്ങനെ ഓടി നടന്നിട്ടൊന്നുമില്ല. മൽജ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പൈസക്ക് പോയി ബേജാറാകണ്ട, ചെലവെല്ലാം ഞങ്ങൾ തന്നോളാം. ഇതിന്റെ പിന്നിൽ ഓടി നടന്ന് പ്രവർത്തിച്ച് ഉള്ള സ്ഥലങ്ങളിലൊക്കെയും പ്രചരണം നടത്തിയത് മംഗലാപുരം സെക്ടർ SSFന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരാണ്.
അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് മംഗലാപുരത്ത് ചില ഭാഗങ്ങളിൽ ചെറിയൊരു വർക്ക് സംഭവിച്ചിട്ട് പോയിട്ടുണ്ട് പ്രവർത്തകർക്ക്. അവരൊക്കെ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. മംഗലാപുരത്തുള്ള എല്ലാ സമ്പന്നരുടെ മക്കളെയും സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കർമ്മ പദ്ധതി SSF സൂത്രം ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ നമ്മൾ SSFന്റെ ക്യാമ്പസ് SSF നിങ്ങൾ ആരും ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ SSFന്റെ ക്യാമ്പസ് വിങ് എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജ് ക്യാമ്പസുകളിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്നും അനാചാരങ്ങളും സെക്സ് റാക്കറ്റുകളും പെൺവാണിഭങ്ങളും കള്ളുകുടികളും അതുപോലെയുള്ള കഞ്ചാവ് ചർസ് പോലെയുള്ള ദുർമാർഗങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ തടയിടാൻ ഒരേ ഒരു പാർട്ടി മാത്രമേ ഇവിടെയുള്ളൂ. അത് SSF മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. കാരണം SSFന്റെ പ്രവർത്തകൻ ആൺകുട്ടികൾ തിന്നാറില്ല, കണ്ണുപിടിക്കാറില്ല, വ്യഭിചാരത്തിന്റെ ഭാഗത്തേക്ക് പോകാറില്ല, പെൺവാണിഭത്തിനില്ല, സെക്സ് റാക്കറ്റിനില്ല. നിങ്ങളറിയാം, ഈ അടുത്ത ഒരു താലൂക്കിൽ വെച്ച് ഒരാഴ്ച മുമ്പ് ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ഒരു പെൺകുട്ടി PUC ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പത്രക്കാർ മാതാപിതാക്കളോട് ചോദിച്ചു, എന്തേ നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തത്? അപ്പോൾ പത്രക്കാരോട് മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങളോട് 1000 രൂപ ചോദിച്ചു. എന്റെ മകൾ, ആ മകൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഫീസ് അടച്ചിട്ടുണ്ട്, ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്, എക്സാമിന്റെ എല്ലാം അടച്ചിട്ടുണ്ട്. അനാവശ്യമായ 1000 രൂപ കേട്ടപ്പോൾ ഞങ്ങൾ കൊടുത്തില്ല. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, 1000 രൂപ തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തൂങ്ങിച്ചാവും. ഞങ്ങൾ വിചാരിച്ച് വെറുതെ പറഞ്ഞതാണ്. രാവിലെ നോക്കുമ്പോൾ അവൾ കിടക്കുന്ന റൂമിൽ ഫാനിൽ അവളെ ഷാൾ കെട്ടിയിട്ട് അവൾ തൂങ്ങി ചത്തിട്ടുണ്ട്. എന്താണ് ഈ സംഭവമെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അവരുടെ കോളേജിന്റെ ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരാൾക്കും തടയിടാൻ കഴിയാത്ത അതിന്റെ ഉള്ളിൽ കഞ്ചാവ് ഗ്യാങ് വിപുലമായി പ്രവർത്തിക്കുന്നുണ്ട്. വിപുലമായി പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഇരയാണ് ഈ PUC പഠിക്കുന്ന പെൺകുട്ടി. പെൺകുട്ടി കഞ്ചാവ് പഠിച്ചു വലിച്ചിട്ട് അവൾക്ക് പൈസ കിട്ടുന്ന വാഗകളൊക്കെ അടച്ചപ്പോൾ മാതാപിതാക്കൾ പേടിപ്പിച്ചിട്ട് പൈസ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ വിദ്യാർത്ഥിനികൾ ക്യാമ്പസിന്റെ ഉള്ളിൽ വളർന്നു എങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് നേരിടാനുള്ളത് നമ്മളെ വിദ്യാർത്ഥികളെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ മാതാപിതാക്കളുടെ അനുസരണയുള്ള വിദ്യാർത്ഥികൾ സ്കൂളിന്റെയും ക്യാമ്പസിന്റെയും അകത്തളങ്ങളിലെത്തി വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ കഞ്ചാവ് വിൽപ്പനക്കാരനും ചറസ് വിൽപ്പനക്കാരനും സെക്സ് റാക്കറ്റുകാരനും പെൺവാണിഭക്കാരനും തെരുവോരങ്ങളിലെ വേശ്യാലയങ്ങളിലെ മാനേജർമാരും അവനെ പിടിക്കുകയാണ്. മോനെ, ഈ കുറച്ച് കഞ്ചാവ് ഞങ്ങളെ കൊണ്ട് വിൽപ്പന നടത്തിക്കണം, കുറച്ച് പെൺകുട്ടികളെ ഞങ്ങളിലേക്ക് മാറ്റിത്തരണം. എന്താണ് ഇതിന്റെ വഴി? നീ ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലാകണം, നിനക്ക് ഞങ്ങൾ പൈസ തരാം. നീ പ്രേമത്തിലായി അവളുമായി ബന്ധപ്പെട്ട് നിന്റെ കുറെ സ്നേഹിതന്മാരെ അവളിലേക്ക് ബന്ധപ്പെടുത്തി കൊടുത്ത് അവളെ ലജ്ജ നീ ഇല്ലായ്മ ചെയ്യണം. അവസാനം എല്ലാവരും കൈവിടുമ്പോൾ ഇതാ ഞങ്ങളെ വേശ്യാലയത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥിനികളെ ഞങ്ങളെ വേശ്യാലയങ്ങളിലേക്ക് നീ റിക്രൂട്ട്മെന്റ് ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് പൈസകൾ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് സഹോദരങ്ങളെ, നമ്മളെ വിദ്യാർത്ഥി സമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ഒരുപാട് മാഫിയകൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടെയാണ് SSFന്റെ നേതാക്കന്മാർ തീരുമാനിച്ചത്, ക്യാമ്പസിന്റെ ഉള്ളിൽ സ്കൂളിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നമ്മളെ ചെറുപ്പക്കാരെ നമ്മളങ്ങനെ കൈവിടാൻ പാടില്ല. അവരിലേക്ക് നമ്മൾ SSFന്റെ നേതാക്കൾ ക്യാമ്പസ് SSFന്റെ പേരിൽ ഒരു സെല്ല് രൂപീകരിച്ചു. അൽഹംദുലില്ലാഹ്, വലിയ വിജയത്തിലെത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഉപഹാരമാണ് നിങ്ങളെ കയ്യിലെത്തിയത്. മംഗലാപുരത്തിന്റെ SSF ക്യാമ്പസ് പ്രവർത്തകർ പുറത്തിറക്കിയ ആരോഗ്യ പുസ്തകം, അതൊക്കെ നിങ്ങൾ വായിച്ചു പഠിക്കണം, വാങ്ങണം. ആധുനികപരമായ ആരോഗ്യം നിലനിർത്തേണ്ട എല്ലാ പരിപാടികളും ആ പുസ്തകത്തിലുണ്ട്. SSFന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർക്ക് ക്ഷീണം വരാതിരിക്കാൻ, ഉറങ്ങിപ്പോകാതിരിക്കാൻ ആ പുസ്തകം ഉപകാരപ്പെടും. ഞാനടക്കമുള്ള എല്ലാ പ്രവർത്തകരും ആ പുസ്തകം വാങ്ങി വായിച്ച് SSFന്റെ ബോധയിൽ വളരെ ശക്തമായി മുന്നേറാൻ നമ്മൾ കർമ്മധീരരായി പ്രവർത്തിക്കാനുള്ള ഒരു ഡോസ് ആ പുസ്തകത്തിലുണ്ട്. അതാണ് നമ്മൾ SSFന്റെ ക്യാമ്പസ് പ്രവർത്തകർ
ആരോഗ്യ ദിനത്തിൽ തന്നെ ആ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പസും SSFും വളരെ വിപ്ലവകരമായ പ്രവർത്തനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊക്കെ വേണം, റൂം വേണോ, വണ്ടി വേണോ, പുസ്തകം വേണോ, കഴിവിന്റെ പരമാവധി മൽജഅ നിങ്ങളെ പിന്നിലുണ്ടാകും, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആ SSFിന്റെ പ്രവർത്തകർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. മൽജഅ എന്ന് പറഞ്ഞാൽ നേരത്തെ എല്ലാവരും പറഞ്ഞു അവിടെ 3 ഏക്കർ സ്ഥലമുണ്ട്, ഒരു തപ്പിയിട്ട ഷീറ്റും ഉണ്ട്. അത് തന്നെയാണ് മൽജഅ എന്ന് പറഞ്ഞാൽ. സാധാരണ ഞാൻ പറയാറുണ്ട്, അതൊരു എന്ത് വണ്ടി, ഈ KSRTCയിൽ എവിടെയെങ്കിലും KSRTCന്റെ ബസ് ബടക്കായിട്ട് പകുതിയിൽ നിന്നാൽ ഒരു വണ്ടി വരും, കുറെ ടൂൾസും കുറെ റിപ്പയർമാരും കൂട്ടിയിട്ട് ഒരു വണ്ടി വന്നിട്ട് നിൽക്കും. അതിന്റെ പേരെന്ത്? ഉഗ്രാണ വണ്ടി. ഉഗ്രാണ വണ്ടിയാണ് മൽജഅ. SSFിന്റെ പ്രവർത്തകർ, ക്യാമ്പസിന്റെ പ്രവർത്തകർ, വലിയവരെ നമ്മൾക്ക് നേരിടാൻ കഴിയില്ല, അവർ മഹാന്മാരാണ്. അല്ലാഹു എല്ലാവരെയും എല്ലാ പ്രവർത്തനത്തിലും ബർക്കത്ത് നൽകുമാരാകട്ടെ. നമ്മുടെ ചെറിയ ചെറിയ SSFിന്റെ പ്രവർത്തകർ, അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ ക്ഷീണം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, ഞങ്ങൾക്കൊരു സമ്മേളനം നടത്തണം, പൈസന്റെ ആവശ്യമുണ്ട്, പിരിച്ചിട്ട് എവിടെയും പൈസ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഇതന്നെ പണി കേൾക്കുന്നത്. ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഞങ്ങളെ ഒരു കൂപ്പണുമായിട്ട് റെസീറ്റ് ബുക്കുമായിട്ട് പോയപ്പോ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇതന്നെയാ പണിയിൽ. എന്നാ ഞാൻ പറഞ്ഞു, നീ പൈസ പിരിക്കണ്ട, പൈസ എല്ലാം മൽജഅയിൽ വരുന്നുണ്ട്, നേർച്ച പൈസ, നീ വേണ്ട പോലെ പ്രവർത്തിച്ചോ, നിനക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തരാമെന്ന് വാക്കുകൊടുത്ത് SSFിന്റെ പ്രവർത്തകരെ മുന്നോട്ട് വിട്ടിട്ടുണ്ട്. അല്ലാഹു വിജയിപ്പിച്ചു തരുമാരാകട്ടെ. വെൽത്തങ്കടി താലൂക്കിൽ ഞങ്ങൾ അങ്ങനെ അവർക്ക് വാക്കുകൊടുത്തപ്പോൾ മൽജഅന് തുറന്നു കൊടുത്തു, നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കുക. ഞാൻ നേരത്തെ അത് പറഞ്ഞതാണ് മുമ്പൊരിക്കൽ. വെൽത്തങ്കടി താലൂക്കിലാണ് ഇന്ന് ക്യാമ്പസ് SSF വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ടങ്ങളായ എല്ലാ പ്രവർത്തകരോടും പറയാനുള്ളത്, നമ്മുടെ നാട്ടിലുള്ള വീട്ടിലുള്ള വിദ്യാർത്ഥികളെ സ്കൂളിന്റെയും കോളേജിന്റെയും ക്യാമ്പസിന്റെ ഉള്ളിലെത്തുമ്പോൾ അവരെ നിങ്ങൾ രക്ഷപ്പെടുത്തണം, അവർ SSFുമായി ബന്ധപ്പെടുത്തി കൊടുക്കണം. നമ്മളെ പണ്ഡിതന്മാരുടെ സാദാത്തുക്കളുടെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് SSF മുന്നോട്ട് പോകുന്നത്. മറ്റുള്ള സംഘടനയോ അത് ഉലമാക്കൾ അങ്ങോട്ട് നിയന്ത്രിക്കുകയാണ്. മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കോ, അവർ അങ്ങോട്ട്. SSFിന്റെ പ്രവർത്തകർ അങ്ങനെയല്ല. താജുൽ ഉലമ അവരെ വരച്ചിട്ട് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ SSFുകാരൻ ആ വഴിക്കില്ല. ഖമറുൽ ഉലമയും നൂറുൽ ഉലമയും ഒരു കാര്യം പറഞ്ഞാൽ കുട്ടികളെ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഭാഗത്തേക്കില്ല. ഇതാണ് SSFിന്റെ പ്രവർത്തകർ, സഹോദരങ്ങള്. അതുകൊണ്ട് SSF ഒരു ഹോസ്റ്റൽ തുടങ്ങിയിട്ടുണ്ട്, ഇസ്ലാമിക് ഹോസ്റ്റൽ മംഗലാപുരത്ത്. ഇൻഷാ അല്ലാഹ് ഈ അധ്യയന പുതുവർഷം വരുമ്പോൾ നമ്മൾ ദൂരത്ത് നിന്ന് വരുന്ന ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റുള്ള ഹോസ്റ്റലുകളിൽ പോയി താമസിച്ച് അവർ മയക്കുമരുന്നിനും വിദഈ പ്രസ്ഥാനങ്ങളുടെയും അടിമകളായി പോകാതിരിക്കാൻ SSF സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന ഇസ്ലാമിക് ഹോസ്റ്റലുണ്ട് മംഗലാപുരത്ത്. അതിന്റെ നോട്ടീസുകളൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിന്റെ പ്രചാരകരായി അങ്ങനെ പ്രവർത്തകരെ ഇസ്ലാമിക് ഹോസ്റ്റലുകളിൽ അവരെ താമസിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. കൂട്ടത്തിൽ നമ്മളെ പത്രിക SSFിന്റെ ഇഷാറ അതെല്ലാവരും മറന്നുപോകരുത്. എല്ലാ 2 ആഴ്ചയിലൊരിക്കൽ ഇഷാറ ഇറങ്ങുമ്പോൾ അത് നമ്മളെ വീടുകളിൽ എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നമ്മളെ വീടുകളിലേക്ക് ഇഷാറ എത്തിച്ചു കൊടുക്കണം. പിന്നെ സുന്നിവാണി നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട തോക്കിയ കാമിൽ സഖാഫി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒറ്റയാൾ പട്ടാളം, എവിടെ സലഫി വന്നാലും തിരിഞ്ഞു നോക്കാനില്ല, പോകലെന്ന്, പ്രസംഗിക്കലെന്ന്, എഴുതലെന്ന്. സഹോദരങ്ങളെ, ഈ സുന്നിവാണി പത്രം ഒരൊറ്റ ആശയക്കാരെയും വിടാതെ എല്ലാ കള്ളത്തരങ്ങളെയും തുറന്നെഴുതുന്നു. സുന്നിസത്തിന്റെ പേര് പറഞ്ഞ് സലഫിസം പ്രചരിപ്പിക്കുന്ന ഇവിടെ വരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഭാഗത്തെ വളരെ വ്യക്തമായും അവരുടെ കീശയിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും എല്ലാ കള്ളത്തരങ്ങളെയും വളരെ വ്യക്തമായി എഴുതുന്ന പത്രമാണ് സുന്നിവാണി പത്രം. അതിന്റെ അഡ്വർടൈസ് ഇല്ല, അതിന്റെ പരസ്യമില്ല. നിങ്ങളൊക്കെ സഹായിച്ചിട്ടാണ്, നിങ്ങളൊരു കോപ്പി എടുത്തിട്ട് സഹായിച്ചിട്ടാണ് SSF മുന്നോട്ട് ഈ സുന്നിവാണി മുന്നോട്ട് പോകുന്നത്. സുന്നിവാണിന്റെ ലേഖകർക്ക് ശമ്പളമില്ല, അവർ തന്നെ കീശയിൽ കൊടുത്തിട്ട് എല്ലാ മാസങ്ങളിലും കിട്ടിയത് കൊണ്ടുവരുന്നു, അതിനങ്ങോട്ട് പ്രസിന് കൊടുക്കുന്നു. രണ്ടാമത് വിറ്റത് കൊണ്ടുവരുന്നു, രണ്ടാമത് അങ്ങോട്ട് കൊടുക്കുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രസിന് കൊടുക്കുന്ന പൈസ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. അങ്ങനെ പുതിയ മെമ്പർമാരെ കിട്ടിയിട്ട് വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാസത്തിൽ ഒരിക്കൽ ഇറങ്ങുന്ന സുന്നിവാണി പത്രത്തിന്റെ പ്രചാരകരാകണം. നിങ്ങളുടെ വീട്ടിൽ സുന്നിവാണി എത്തിച്ചു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. സഹോദരങ്ങള്, നമ്മൾ ഈ പരിപാടി ഇവിടെ വെച്ചത് SSFിന്റെ 40ാം വാർഷിക രാഷ്ട്രീയ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ്. നമ്മൾ കർണാടകയിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും
വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, വാഹനം ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞു, സമസ്തയുടെ 40 പണ്ഡിതന്മാർ 40 കൊടി നാട്ടുന്ന സന്ദർഭം, ഐതിഹാസികമായ സന്ദർഭം. ഇന്നേ വരെ ചരിത്രത്തിലില്ലാത്ത പുതിയ പുതിയ സംഭവങ്ങളുമായി SSF മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരും കോൺഗ്രസ് പ്രസ്ഥാനക്കാരും മുസ്ലിം ലീഗുകാരും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും കണ്ണുവീഴ്ചിട്ടാനോട്ട് നോക്കുന്നു. ഇതെന്തൊരു സംഘടനയാണ്, എന്തൊരു സംഘടനാ സെറ്റപ്പാണ്, ഇവരെ ആരാണ് നിയന്ത്രിക്കുന്നത്, ആരാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആരാണ് ഇത്രയും വിപുലമായ രീതിയിൽ യുവസമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 40 കൊല്ലത്തിന്റെ പ്രവർത്തനം ഇനി മുന്നോട്ട് 41-ലെത്തുമ്പോൾ പുതിയ പുതിയ പ്രവർത്തനങ്ങളുമായി SSFന്റെ വലിയ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അതെങ്ങാനും വായിച്ചു പോയാൽ സഹോദരങ്ങളെ നമ്മൾ പേടിച്ചു പോകും. ഞാനൊരു പത്രത്തിൽ കണ്ടു, ഒരു ചെറുപ്പക്കാരൻ മഞ്ചേരിയിൽ ഒരു വലിയ ഫ്ലക്സ്, ഒരു വലിയൊരു കൊടി, SSF സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം. അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്? ഞാൻ ഒറ്റക്ക്, ചെലവില്ലാത്ത പ്രചരണം. അയാളൊരു കൊടിയും പിടിച്ചിട്ട് ഫ്ലക്സും കെട്ടി SSFന്റെ 40 കൊല്ലത്തിൽ SSF നടത്തിയ സമരമാണ് ജീവിതം എന്ന് പറയുന്ന ഏതൊരു പ്രസ്ഥാനത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആശയമാണ് SSF പുറത്തുവിട്ടിട്ടുള്ളത്. SSF സ്വയം കണ്ടുപിടിച്ചില്ല എന്ന് മാത്രമല്ല, തന്റെ അടുത്തിരിക്കുന്ന ജോസഫിനെയും രാമനെയും കൃഷ്ണനെയും മതം നോക്കാതെ പറഞ്ഞു, മോനെ കണ്ടുപിടിക്കരുത്, വ്യഭിചരിക്കരുത്, നിന്റെ വിദ്യാഭ്യാസം ഈ പകുതി വഴിയിൽ ഉപേക്ഷിക്കരുത് എന്ന മഹത്തായ ആശയം ഒരു മതത്തിന്റെ വ്യത്യാസമില്ലാതെ പ്രചരണം നടത്തിയപ്പോൾ ലോകം മുഴുവനും SSFന്റെ ആശയത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളും വളരെ സജീവരായി SSFന്റെ പ്രവർത്തനം ഇൻഷാ അല്ലാഹ് 25-ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സന്ദർഭങ്ങളിൽ എല്ലാ പ്രവർത്തകനും ചിന്തിക്കണം, എന്നെ കൊണ്ട് ഒരു SSFന്റെ മെമ്പർ കൂടുതൽ വരണം, എന്നെ കൊണ്ട് ഒരു SSFന്റെ മെമ്പർ കൂടുതലാകണം, എന്നെ കൊണ്ട് ഒരു SSFകാരനിക്ക്, ഒരു പുതിയ തലമുറക്ക് SSFന്റെ ആശയം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം എന്നെ കൊണ്ടുണ്ടാകണം എന്നുള്ള ചിന്ത നമുക്കൊക്കെ ഉണ്ടാകണം. കാരണം സഹോദരങ്ങളെ, നാമൊക്കെ മരിച്ചുപോകും. മരിച്ചുപോയാൽ നമ്മളെ മഹ്ശറയിൽ എത്തിച്ചാൽ നമ്മളോട് 4 ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഒന്ന്, നിന്റെ ആയുഷ്കാലം നീ എന്ത് ചെയ്തു? നമ്മൾ ആയുസിനെ പറ്റി മറുപടി പറയേണ്ടതുണ്ട്. വാൻ ശബാബി, നിന്റെ യുവത്വകാലം നീ എന്തിന് ചെലവഴിച്ചു നശിപ്പിച്ചു എന്ന് നമ്മളോട് ചോദിക്കും. നമ്മളെ സമ്പത്ത്, നമ്മളെ ഇൽമ്, ഈ 4 മുഖ്യ കാര്യങ്ങളെ പറ്റി മഹ്ശറയിൽ ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മറുപടി പറയാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടി പറയാൻ കഴിയുന്ന രീതിയിൽ ഇഖ്ലാസോടുകൂടി ഈ 4 മേഖലകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയം കുറെ ദീർഘിച്ചു പോയി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട കുറ്റമ്പാറ ദാരിമി ഉസ്താദ് ഇന്നലെ വരെ പറഞ്ഞ് ഞാൻ വരാം, കാരണം അയാളുടെ മകളുടെ കല്യാണം ഇന്നലെ രാത്രിയാണ്. ബുക്ക് ചെയ്യുന്നത് 2 മാസം മുമ്പാ. എനക്ക് മംഗലാപുരം പോകാനുണ്ട്, എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാതിരിക്കും പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് കല്യാണം കഴിച്ച് ഞാൻ രാവിലെ തന്നെ ഇറങ്ങാം. എനിക്ക് മാഹിയിലും ഒരു പരിപാടിക്ക് പോകാനുണ്ട്. ഞാനൊരു 11 മണിയാകുമ്പോൾ എത്താമെന്ന് നമ്മൾ വാക്ക് തന്നിരുന്നു. അത് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു, എന്ത് ചെയ്യാനാ ഞങ്ങള്, എനിക്ക് വലിയ വലിയ ആൺകുട്ടികളൊന്നുമില്ല, കല്യാണം കഴിഞ്ഞിട്ട് ചട്ടിയും പാത്രമൊന്നും കൊണ്ടുപോയിട്ടില്ല, വാടക കൊടുത്തിട്ടില്ല, ഞാനിപ്പോ സ്ഥലം വിട്ടാൽ നമ്മളെ പ്രസ്ഥാനമല്ലേ എന്നെ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മാപ്പാക്കണം. നിങ്ങളെ ഉള്ള പണ്ഡിതന്മാരെ കൊണ്ട് ഈ പരിപാടി നിങ്ങൾ പൂർത്തീകരിക്കണം. എന്നൊരു പുതിയ ആളെ വിടാനും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും അങ്ങോട്ട് മുണ്ടിയില്ല. കാരണം അനുസരണമുള്ളവരാണ് നാം. ആ കാര്യം നമ്മളെ പ്രവർത്തകരോട് പറഞ്ഞപ്പോൾ നമ്മളെ പ്രവർത്തകരൊന്നും ഇരുന്ന സ്ഥലത്ത് നെളിച്ചുപോയില്ല. കാരണം അത്രയും അനുസരണമുള്ള പ്രവർത്തകരാണ് നാം. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രാസികന്മാരുണ്ട്. തോക്കെ ഉസ്താദൊന്നും ഇന്ന് പ്രസംഗിച്ചിട്ടില്ല, ഹുസൈൻ സാദി ഉസ്താദ് മാത്രമാണ് പ്രസംഗിച്ചത്. അപ്പൊ നമ്മളിൽ അങ്ങനൊന്നും കുറവൊന്നും ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും നമ്മളെ സംഘടനാ സെറ്റപ്പിനും പ്രവർത്തനത്തിനും വിജയത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇഫ്രാദി എന്ന് പറയുന്ന നമ്മുടെ SSFന്റെ ദഅ്വാ സെല്ല് പുതിയ പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലേക്കും സ്വന്തം വാഹനങ്ങളിലൂടെ മൊബൈൽ പ്രചരണം, ദഅ്വാ പ്രചരണം നടത്താൻ ഉദ്ദേശിക്കുന്നു. അതിനൊരു 3 പുസ്തകം ആദ്യമായി മൽജർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 50,000 രൂപയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു 3 പുസ്തകം അത് മൽജർ ഏറ്റെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ അത് പുറത്തെടുക്കണമായിരുന്നു. അതിന്റെ കമ്പോസിംഗ്, അതിന്റെ പ്രിന്റിംഗിന്റെ പണിയൊക്കെ നടക്കാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത 18-ാം തീയതി മൽജറിന്റെ സ്വലാത്ത് പരിപാടിയിൽ വെച്ച് അത് പുറത്തിറക്കും, റിലീസ് ചെയ്യും. നിങ്ങൾക്ക് സഹകരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഇഫ്രാദിന്റെ SSFന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് ഭാഗവാക്കാകണം. അതുപോലെ ഇഹ്സാൻ എന്ന് പറയുന്ന സംഘടന ഉത്തര കർണാടകയിൽ പോയി സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്വ നടത്തുകയാണ്.
ഓരോ സ്ഥലത്ത് പോകുമ്പോ ഒരു കൂട്ടം കട്ടക്ക് ചുറ്റുന്നു, കട്ടക്ക് കുറെ കുറിയിട്ടിനി. ആര് മുസ്ലിമിന്റെ പേര് വെച്ച ആളുകൾ, അവരോട് പെട്ടെന്ന് സുന്നി പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് അവരെ കട്ടക്ക് ചുറ്റുന്നത് ഒഴിവാക്കണം, നെറ്റിക്ക് മുട്ടിടുന്നത് ഒഴിവാക്കണം. ഓരോ പൊരയിൽ പോയി നോക്കുമ്പോ ഒരു GM ഉസ്താദ് പറഞ്ഞു, ലിംഗാരാധന പോലെ ഓരോന്ന് വെച്ചിട്ടുണ്ട്. മുഹറമിന്റെ സമ്മേളനം വരുമ്പോൾ അതിനെ കൊണ്ടുപോയി ജാഥ നടത്തുന്ന ഉത്തര കർണാടകയിലെ ചില പ്രദേശങ്ങളിൽ അവരെ അത് പാടില്ല മക്കളെ എന്ന് പറയുമ്പോ നമ്മ താത്ത മുത്തം തിരുമാടത്തായി തരും. അതിനൊക്കെ ശമനം നൽകി, അവരോട് നല്ല ഉപദേശം നൽകി, അവരൊക്കെ ശരിക്കുള്ള ഇസ്ലാമിന്റെ ആളുകളാക്കി സുന്നത്ത് ജമാഅത്തിന്റെ ദഅവയിലേക്ക് കൊണ്ടുവരുന്ന മഹത്തായ പ്രവർത്തനം ഇഹ്സാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതിനൊക്കെ വേണ്ട ഒത്താശകൾ, സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. SSFന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവരായി മുന്നോട്ടിറങ്ങണം. SYSന്റെ നേരത്തെ സൂചിപ്പിച്ച ഉലമാ കോൺഫറൻസും മറ്റുള്ള അമീറന്മാരുടെ പ്രവർത്തനങ്ങളും എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. നമ്മളെ വിഷയം ദഅവയാണ്, ദഅവ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണം. നമുക്കെതിരെ പ്രവർത്തിക്കുന്നവർ എന്ത് തന്നെ പറഞ്ഞാലും എന്ത് തന്നെ പ്രവർത്തിച്ചാലും അവരുടെ കവല പ്രസംഗങ്ങളെ കൊണ്ട്, ഫുട്ബോളിന്റെ റഫറിമാരെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് എന്ത് തന്നെ പ്രസംഗിപ്പിച്ചാലും സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണം ഒരിക്കലും തകർന്നു പോവുകയില്ല. അതിന്റെ നേതാക്കൾ താജുലുലമയും ഖമറുലുലമയും നൂറുലുലമ അടക്കമുള്ള നേതാക്കന്മാരാണ് ഞങ്ങളുടെ നേതാക്കൾ. ഇത് കൊല്ലം കൊല്ലം വരുമ്പോ പ്രസിഡന്റ് മരിച്ചു പോകുന്ന സംഘടനയല്ലേ ഇത്? നമ്മളെല്ലാവരും അല്ലാഹു ദീർഘായുസ്സ് തന്നിട്ടുണ്ട് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി. സമ്മേളനം നടത്തിയിട്ട് ജാക്കിർ നായിക്കിനെ കൊണ്ടുവരുന്ന കൂട്ടരല്ല നമ്മൾ. സമ്മേളനം നടത്തിയിട്ട് മഗ്‌രിബിന്റെ മുന്നേ 3 മിനിറ്റ് മുന്നേ ബാങ്ക് വിളിച്ച് സലഫിനെ സഹായിക്കുന്നവരല്ല ഞങ്ങൾ. സമ്മേളനം നടത്തിയിട്ട് ഞാൻ ഇന്ന് ഭയങ്കരമായി അവരെ പറയുമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഗതം പറയാൻ വേണ്ടി നിന്നപ്പോൾ ഒക്കെ നമുക്ക് പരിചയമുണ്ട്. കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. ജംഇയ്യത്തുൽ ഉലമന്റെ മുഅല്ലിമിന്റെ പേരിൽ സമ്മേളനം നടത്തി ഒരാൾ പറയുകയാ, ഞാൻ ഇന്ന് നല്ലോണം താജുൽ ഉലമനെ ഏപ്പിനൊക്കെ പറയും. അയാൾ പ്രസംഗത്തിന് നിന്നിട്ട് അസ്സാന്ന് പറയുന്നത് വന്നിട്ടും പിന്നെ സദസ്സെന്ന് പിടികാക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നല്ലത് തന്നെയാണ്, ചൊല്ലിക്കോണി ദിക്ർ. ദിക്റിനെ സലാത്തിനെ എതിർത്തില്ല നിങ്ങൾ. നിങ്ങളെ സമ്മേളനത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കുന്നു. ഓരോരുത്തനെ ഡിമ്മാക്കിറ്റി. ഒരുത്തൻ താജുൽ ഉലമയൊക്കെ ചീത്ത പറഞ്ഞു. അയാൾ വഫാത്തായി മരിച്ചപ്പോ ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് ഒറ്റ കൊണ്ടുപോക്ക്. എന്റെ മയ്യത്ത് കാണിക്കുന്നില്ല. ഇല്ല, ആംബുലൻസ് നോക്കിക്കോളിന്ന്. മയ്യത്ത് എവിടെ? ഉള്ളിലുണ്ട്. എന്തേ കാണുന്നില്ല? കാണിക്കാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ കളിക്കരുത്. ദീനിന്റെ ഉലമാക്കളോട് സാദാത്തുക്കളോട് നിങ്ങൾ കളിക്കരുത്. പിന്നെ നമ്മ സമ്മേളനം വെക്കുമ്പോ ഒക്കെ സമ്മേളനം വെച്ചു ഒരു കാലത്ത് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. നമ്മളെ മർക്കസ് സമ്മേളനം നടക്കുമ്പോ അവര് സമ്മേളനം വിജയിച്ചു നോക്കുമ്പോക്ക് സമ്മേളനത്തിന്റെ ബസ്സെല്ലാം നമ്മളെ സമ്മേളനത്തിന്റെ അവിടെ പോയിട്ട് ആളെ കാലാക്കിയിട്ട് ബസ് മാത്രം കൊണ്ടിട്ട് അവിടെ വെച്ച് എല്ലാരും ചോദിച്ച് എല്ലപ്പാ ജന ആളെവിടെ? ആളെല്ലാം അവിടെ, ബസ് മാത്രം ഇവിടെ. പിന്നെ തീരുമാനിച്ചു ഇനി അവര് സമ്മേളനം വെക്കുന്ന സമയത്ത് വെച്ചിട്ട് കാര്യമില്ല. കാരണം പ്രവർത്തകരെല്ലാം അവരെ കൂടെ, ബസിന്റെ ഇഞ്ചിന് മാത്രം നമ്മളെ കൂടെ. സഹോദരങ്ങളെ, തോറ്റുപോയി അള്ളാഹു തോൽപ്പിച്ചു. പിന്നെ AP ഉസ്താദ് നടത്തുന്ന പരിപാടിയെല്ലാം മെല്ലെ മെല്ലെ നോക്കാൻ തുടങ്ങി. AP ഉസ്താദ് ഷാറെ മുബാർക്ക് കൊണ്ടുവന്നു. ബോംബെയിൽ പോയി ഷാറെ മുബാർക്ക് കൊണ്ടുവരാൻ പെന്നിൽ പിടിച്ചു ഒരു പെണ്ണിന്റെ ഫോട്ടോ. അവിടുത്തെ മുല്ല പിടിച്ചിട്ട് കപ്പലടിച്ചിട്ട് ഓർഡറാ ഷാറെ മുബാർക്കോ ഓട്ടിപ്പാടിച്ചു. കേസ് കൊടുക്കാനൊരു തീരുമാനിച്ചു. സഹോദരൻ, അതിന്റെ ക്ലിപ്പുകളൊക്കെ നൗഷാദ് ഹസന്റെ കീശയിലുണ്ട്. മാന്യത വില വെച്ചിട്ടാണ് ഞങ്ങളിത് കാണിക്കാതിരുന്നത്. കൂടുതൽ ഞങ്ങൾ പറയിപ്പിക്കരുത്. എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളെ പറ്റി പറയാൻ. നിങ്ങളെ മംഗലാപുരത്തൊരു സമ്മേളനം നടത്തില്ലേ? ഓർമ്മയുണ്ട്? കുറെ കൊല്ലം മുമ്പല്ല, ഒരു കൊല്ലം ആയിട്ടില്ല അല്ലേ? മാനവത്ത ജനജാഗൃതി എന്ന് പറഞ്ഞിട്ട് അല്ലേ നമ്മള് പ്രഖ്യാപനം മാനവത്താ സംഗമ നമ്മൾ നടത്തി. ഒരുപാട് നേതാക്കന്മാർ വന്നു. പേജാവറയിലെ മഠാധിപതിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തി വലിയ സൗഹാർദ്ദ സമ്മേളനം നടത്തി. പേജാവറ ഇങ്ങനെ നോക്കി, ഇത് യാറപ്പാന്ന് നോക്കുന്നു AP ഉസ്താദിനെ. അയാൾ ജീവിതത്തിൽ ആദ്യം കാണുകയായത്. എന്നിട്ട് സൗഹാർദ്ദം വന്ന് പേജാവറിനെ കൊണ്ട് സൗഹാർദ്ദം പ്രസംഗിപ്പിച്ചു AP ഉസ്താദ്. അങ്ങനെ വൈകുന്നേരം ഐതിഹാസിക സമ്മേളനം നടത്തി. എവിടെയും സ്ഥലമില്ലാത്ത ഐതിഹാസികമായ ജനലക്ഷങ്ങൾ കൂടിയ സമ്മേളനം. കേരള യാത്ര. ഇവരും വിചാരിച്ച് ഞങ്ങൾക്കൊരു യാത്ര നടത്തണം. കുറെ ആളെ കൊണ്ടുവന്നു ഇവിടെ. അള്ളാഹു ശക്തമായ മഴ കൊടുത്തു. മഴ വരലുണ്ട്. നമുക്ക് അന്ന് വന്ന പോലെ ഇത് റഹ്മത്തിന്റെ മഴയല്ല. ഫ്ലക്സ് ഒരു ഭാഗത്ത്, സ്റ്റേജ് ഒരു ഭാഗത്ത്, കസാല ഒരു ഭാഗത്ത്.
സ്വാഗതം പറയുന്ന ആള് മൈക്ക പിടിച്ചിട്ടാണ് സ്വാഗതം പറഞ്ഞത്. മൈക്കയിൽ നിന്ന് കൈവിട്ടിരുന്നുവെങ്കിൽ സ്വാഗത പ്രഭാഷകനും ഇവിടുത്തെ ചവറ്റുകൊട്ടയിലേക്ക് തെറിക്കുമായിരുന്നു. സഹോദരങ്ങളെ, അങ്ങനെ സമ്മേളനം നടത്തി മഴ വന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കൊടവുണ്ടപ്പ ഇല്ല, കൊടവുണ്ട ഇല്ല. തെഗീറ കുറിസോ കസാല എടുത്ത് തലയിൽ വെച്ചു, ഓടിപ്പോകാൻ തുടങ്ങി ബസ് സ്റ്റാൻഡിലേക്ക്. മൈക്ക് സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കുറിസ് വിട്ടോട്ടു, കുറിസ് വിട്ടോട്ടു. ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടത്. കുറിസ് വാടക കൊടുത്തര, കുറിസ് വിട്ടുപോട്ടു, നിങ്ങൾ കാലി ഓട്ടു, കുറിസ് കൊണ്ടുപോകരുത്. എല്ലാവരും കസാര കൊണ്ടുപോയി സ്റ്റേറ്റ് ബാങ്കിന്റെ അടുത്ത് വെച്ച് ബസ്സിൽ കയറി അവർ നാട് വിട്ടു. പിന്നെ കസാര വേറെ ഒരാളാണ് കൊണ്ടുവന്നത്. മൈക്ക കേടായി, എല്ലാം കേടായി. തീരുമാനിച്ചു ഇനി നമുക്ക് സാധ്യമല്ല. ഇപ്പൊ മുക്കുമൂലയില്ല പരിപാടി, മൂലയിൽ വെച്ച് പരിപാടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അങ്ങനെ അതിന്റെ സമാപനം നടന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കേരള യാത്രയുടെ സമാപനം തിരുവനന്തപുരത്തെത്തിയപ്പോൾ അത് നമ്മൾ ആരും പറയണ്ട, അവരെ മൊബൈലിൽ തന്നെ അതിന്റെ ആര്യാടൻ മുഹമ്മദ് പ്രസംഗിക്കുന്ന പ്രസംഗം അവരെ വിഷയം തന്നെയുണ്ട്. പേടിക്കുകയാണ് ആര്യാടന്റെ പ്രസംഗം കേട്ട്. നമുക്കും ആട് വെക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി കുറെ ആള്, ഇടക്കിടക്ക് കുറെ ആൾ നിന്ന്, കുറെ ആൾ പകുതി. പത്രക്കാർ ചോദിച്ചു, എവിടേക്ക് നിങ്ങളെ യാത്ര? എവിടെ? നമ്മളെ യാത്ര ഒരു സ്പെഷ്യൽ ട്രെയിനായിരുന്നു. ഇവിടുന്ന് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലെ ഉത്തർപ്രദേശിലെയും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ റെയിൽവേ പോസ്റ്റർമാർ, റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ, ഇത് എന്താ ട്രെയിനപ്പാ, കാന്തപുരം തോറേശ്വരനിൽ ഒന്ന് ട്രെയിനോ? സഹോദരങ്ങൾ, അങ്ങനെത്തെ നമ്മളെ പരിപാടി വിജയിച്ചു. ചന്ദ്രശേഖരൻ നായർ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനവിഭാഗങ്ങളെ കൊണ്ട് ചന്ദ്രശേഖരൻ നായർ തടിച്ചു കുലുങ്ങിപ്പോയി. എല്ലാവരും പേടിച്ചു. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവിടെ നടക്കാൻ സാധിച്ചിട്ടില്ല. ഇവരും പോയി. ഇവിടുന്ന് തുടങ്ങി, ഇവിടുന്ന് മഴ വന്നിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടാണ് ചെതറി. അങ്ങനെ അവസാനം എത്തിപ്പോയി. എവിടെ യാത്ര ഒന്നും കാണാനില്ല. പത്രക്കാർക്ക് നോക്കുന്നു, എവിടെ നിങ്ങളെ യാത്ര? ഒന്ന് പിടിക്കാൻ ഇല്ല, നമുക്ക് സിഗൂതില്ലെന്നാവൂ, ഇല്ല, നമ്മളിലില്ല. അങ്ങനെ തിരുവനന്തപുരത്തെത്തി. സഹോദരങ്ങളെ, പത്രക്കാർക്ക് വന്നു, എ പി ഉസ്താദിന്റെ യാത്ര പോലെ ആയിരിക്കും ഇതെന്ന്. നോക്കുമ്പോ ചെറിയ ഒരു സ്റ്റേജ്, അതിലൊരു 4 ആള്, ഇപ്പുറത്ത് പട്ടന്മാർ വയ്ക്കുമ്പോൾ ഒരു 3 ആള്, അപ്പുറത്തൊരു 3 ആള്. പിന്നെ ആളെ കാണുന്നില്ല. പത്രക്കാർ കേട്ട്, എവിടെ നമ്മളെ യാത്ര? ഇല്ല, നിങ്ങൾ പേപ്പറിലൊന്നും കൊടുക്കണ്ട, ഫോട്ടോ ഒന്നും കൊടുക്കണ്ട, ഇത് ഞങ്ങളെ ഒരു ഗതികേടാണ്. അങ്ങനെ ഇരിക്കൊള്ളി. സഹോദരങ്ങളെ, ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുകയില്ല. ഞങ്ങളെ പ്രവർത്തനം സെറ്റപ്പുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഹാലടകുന്നത്. നമ്മളെ ഉലമാക്കളെ, സാദാത്തുക്കളെ ചീത്ത പറയുന്നത് നമുക്കറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു തരുന്നത് കർമ്മധീരതയോടുകൂടി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് ധൈര്യം തരികയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നമ്മൾ കർമ്മധീരരായി ഉത്സാഹത്തോടുകൂടി ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് തന്ന ഭക്ഷണം കുറച്ച് ഇതുവായിരുന്നു, നമുക്ക് പുറത്തു പോയിട്ട് കഴിക്കാം. ഈ ഹാളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ എസ്എസ്എഫിന്റെ ഒരു സെക്ടർ നടത്തി ഈ പരിപാടി ഇത്രയും വിജയിച്ചു എങ്കിൽ, എനിക്ക് സ്റ്റേറ്റ് സമ്മേളനം 25 നടക്കാൻ പോവുകയാണ് കർണാടകയിൽ. അപ്പൊ നിങ്ങൾ കാത്തോളി, എസ്എസ്എഫിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും എറണാകുളത്ത് പോയി സമ്മേളനത്തിലെത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. പെർണയിൽ ഗ്യാസ് അപകടം നടന്നിട്ടുണ്ട്, കുറെ ആളുകൾ മരിച്ചിട്ടുണ്ട്. അള്ളാഹു അവരെ ഖബർ സ്വർഗമാക്കട്ടെ. ആർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്, അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. കാവളക്കട്ടെ ഹസ്രത്തിന്റെ അവിടെ ഒരു ജലാലിയ റാത്തീബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊന്ന് 13-ാം തീയതിക്ക് നടക്കുകയാണ്. ഹസ്രത്ത് എന്നോട് പറഞ്ഞു, കുറുകൾ ಈ ಸಲ ಎಲ್ಲರೂ ಸುನ್ನತ್ ಜಮಾತರವನ್ನೇ ಮಾಡಿದ್ದೇನೆ. ಮೊದಲು ಎಲ್ಲರನ್ನು ಕರೀತಾ ಇದ್ದೆ. 10 ಸಲ ಫೋನ್ ಮಾಡಿದರೂ ಒಬ್ಬನು ಬರುವುದಿಲ್ಲ. 7 ಹೇಳ್ತಾರೆ, ಅಲ್ಲಿ ಎ ಪಿ ಉಸ್ತಾದ್ ಬರ್ತಾರೆ, ತಾಜುಲ್ ಉಲಮಾ ಬರ್ತಾರೆ. ನಾನು ಕೇಳಿದೆ, ಏನು ನಿಮಗೆ ಹೆದರಿಕೆ ಆಗ್ತದ? ಬನ್ನಿ, ನಿನಗೆ ನಾನು ಪ್ರೊಟೆಕ್ಷನ್ ಕೊಡ್ತೇನೆ. ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം കാവൽക്കട്ടെ ഹസ്രത്ത് അവിടുത്തെ ജലാലിയ സ്വലാത്തിന് വേണ്ടി, ദിക്റിന് വേണ്ടി എല്ലാം താജുൽ ഉലമയുടെ നേതാക്കന്മാരെയും താജുൽ ഉലമയെ അനുകൂലിക്കുന്നവരെയും എ പി ഉസ്താദിനെ അനുകൂലിക്കുന്നവരെ മാത്രം ഉപയോഗപ്പെടുത്തി അവിടെ സമ്മേളനം ജലാലിയ സ്വലാത്ത് ദിക്ർ നടക്കാൻ പോവുകയാണ്. എല്ലാ പ്രവർത്തകരും അവിടെ പോകണമെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഉണർത്തുകയാണ്. മൽജന്റെ സ്വലാത്തുണ്ട് ആ കൂട്ടത്തിൽ. മറ്റൊന്ന് 18-ാം തീയതിയാണ്. അവിടെ വലിയ ദിക്റിന്റെ ഹാളിന്റെ പണി നടക്കുന്നു, അതിന്റെ ട്രസ്റ്റിന്റെ പണി നടക്കുന്നു. നിങ്ങളൊക്കെ കാണണം. 26 ലക്ഷം റുപ്യ അതിന്റെ ട്രസ്റ്റിന് തന്നെ വേണം, മാടിന് വേണ്ടി. വലിയൊരു ട്രസ്റ്റാണ് അത്. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പരിപാടിക്ക് വേണ്ടിയും എപ്പോഴെങ്കിലും ഒരിക്കലും നമ്മളെ പ്രതിഭോത്സവം നടക്കുമ്പോ 2-3 ലക്ഷം റുപ്യ കൊടുക്കണം. 5-8 ആയിരം ആൾക്ക് കൂടാൻ പറ്റുന്ന വലിയ ഹോളാണ്. അപ്പൊ ഒരു പൈസ ചെലവില്ലാതെ
നമുക്ക് സ്ഥാപനങ്ങൾ അതിനു വേണ്ടിയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിന് വേണ്ടി. സ്റ്റേറ്റ് സമ്മേളനമോ എന്ത് സമ്മേളനമാണെങ്കിലും ഉജ്ജരന്റെ മേൽജയിന്ന് നടത്താൻ, മഴക്കാലത്ത് വരെ നടത്താൻ സൗകര്യത്തിൽ അതിവിപുലമായ രീതിയിൽ 16,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം നടക്കുന്ന വലിയ ഹാള് അവിടെ നടക്കുകയാണ്. അതൊക്കെ നിങ്ങൾ കാണണം. 18-ാം തീയതി സലാത്തിന് വരണമെന്ന് എല്ലാവരും ക്ഷണിക്കുന്നു. സുന്നിവാണിയുടെ പ്രചരണത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ 14, 15, 16 മാസ്തികട്ടയിൽ വെച്ച് ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് 3 ദിവസത്തെ ഐതിഹാസികമായ മതപ്രഭാഷണം നടത്തുകയാണ്. അതിന്റെ പ്രചരണത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും അവിടെ എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിടത്തെ സീഡികൾ നേരത്തെ പറഞ്ഞതെല്ലാം നിങ്ങൾ വാങ്ങണം. ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ആരും ഒരു നയാ പൈസ ഇങ്ങോട്ട് തരണ്ട. നേരത്തെ സൂചിപ്പിച്ച വാങ്ങുക. ആ വാർത്ത മറ്റേ ആരോഗ്യ പുസ്തകമൊക്കെ വാങ്ങി സുന്നത്ത് ജമാഅത്തിനെ സഹായിക്കുക. ഇനി ഇവിടെ SSFന്റെ എന്ത് പ്രവർത്തനം നടത്തിയാലും നിങ്ങൾ അതിനൊക്കെ സഹായിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മുടെ മുംതാസ് അലി സാഹിബിന്റെ ഉമ്മ ഒരു 4-5 ദിവസം 3-ാം തീയതി മരിച്ചുപോയിട്ടുണ്ട്. AP ഉസ്താദിനൊക്കെ വലിയ സ്നേഹിക്കുന്ന ഉമ്മയാണിത്. ഉസ്താദ്